ഹലോ ഗൈസ്, നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഹൈദരാബാദ് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കിയാലോ. നല്ല റെഡിയല്ലേ? വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ടാണ് അത് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന 1/2 കിലോ സവോള നല്ലതുപോലെ നേർത്തിട്ട് തിൻ ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കതിൽ എന്ന് പറഞ്ഞാൽ ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഫ്രൈ പാനോ അതിൻ്റെ അകത്ത് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഉപയോഗിച്ചിട്ട് നല്ലൊരു സൺഫ്ലവർ ഓയിൽ ചൂടായതിന് ശേഷം ഈ സവോള അതിലോട്ടിട്ട് നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ പൊരിച്ചിട്ട് മാറ്റി വെക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ തിൻ ലെയർ ആവണം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ നല്ലതുപോലെ മൊരിഞ്ഞാൽ ഒരു കരിഞ്ഞു പോകാൻ പാടില്ല, പക്ഷെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവണം. പിന്നെ അടുത്തത് ഇതിന് മസാലയായിട്ട് ഉപയോഗിക്കുന്ന മല്ലി, പുതിന, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു ഒറ്റ തക്കാളി മാത്രം. ഇത് നമുക്കെന്ന് പറഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുക, ഗ്രൈൻഡ് ചെയ്തിട്ട്. അപ്പോൾ അത് മാറ്റി വെക്കുക. പിന്നെ നമ്മളെ ചിക്കൻ നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളം പറഞ്ഞ് 1/2 കിലോ ചിക്കനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലോട്ട് നമ്മൾ ഈ പൊരിച്ച് വെച്ച സവോള അതിലോട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ പട്ട, ലവങ്ങ, ഏലക്ക, സാജീരകം, നല്ല ജീരകം, സാജീരകം, മസ്റ്റ, ഇതൊക്കെ ചേർക്കുക. പിന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും, പിന്നെ അതിൻ്റെ മസാലപ്പൊടിയായിട്ട് ഒരു 1.5 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, പിന്നെ എരിവ് വേണ്ടവർക്ക് 1 ടീസ്പൂൺ സാദാ ചില്ലി പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, പിന്നെ മല്ലിപ്പൊടി 1 സ്പൂണ്, പിന്നെ അതിൽ ചേർക്കുന്നത് പറഞ്ഞാൽ പെപ്പർ പൗഡർ അത് 1 ടീസ്പൂണ്. ഇതൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുക. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ആവശ്യത്തിനുള്ള ചേർത്തിട്ട്, പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിട്ട് അത് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ തൈരാണ്. ഒരു 1/2 ലിറ്റർ തൈരിൻ്റെ പകുതി ഭാഗം, ഒരു 1/4 ലിറ്റർ തൈര് നല്ല പുളിയുള്ള തൈരായിരിക്കണം. പുളിയുള്ള തൈര് അതിൻ്റെ ഒക്കെ ചേർത്ത് നല്ലതുപോലെ അത് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കണം. യോജിപ്പിച്ച് ഒരു അരമണിക്കൂറാണ് വെക്കുന്ന. സാധാരണ 2-3 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കും മാരിനേറ്റ് ചെയ്യാൻ. നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട്. ആ സമയത്ത് ഇനി നമുക്ക് അത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ചോറിൻ്റെ ഇത് നോക്കാം. ചോറ് സാധാരണ ഊറ്റിയിട്ട് നമ്മൾ സാധാരണ വൈറ്റ് റൈസ് ഉണ്ടാക്കുന്ന പോലെ വലിയ ചെമ്പിൽ വെള്ളം തിളക്കുക. വെള്ളം തിളച്ചാൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഞാൻ അപ്പോൾ ആ സ്പൈസസ് ആദ്യം മുഴുവനായിട്ട് അതിൻ്റെ അകത്ത് ഇട്ടില്ല, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ആ സ്പൈസസൊക്കെ ഈ വെള്ളത്തിലിട്ടിട്ട് എന്നിട്ട് ബാസ്മതി അരി എടുത്തിട്ട് ഒരു 600 ഗ്രാം ബാസ്മതി അരിയാണ് എടുക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ലൈം ജ്യൂസും കൂടി ഒഴിക്കുന്നുണ്ട്. ബാസ്മതി അരി ഒരു 1/4 മണിക്കൂർ കുതിർത്ത് വെച്ച അരിയാണ്. അതിനുശേഷം അതിൻ്റെ അകത്ത് ഉപ്പ് കൂടി ഇട്ടിട്ട് വെള്ളം കുറച്ച് കൂടുതലായൊന്നും കുഴപ്പമില്ല, അപ്പോൾ നമ്മൾ ഊറ്റിയെടുക്കുക. ആ ടൈമിൽ നമുക്കൊരു വേറൊരു കുക്കർ 5 ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ട് ഒരു 150 ml സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിൽ നല്ലോണം ചൂടാകുമ്പോൾ നമ്മൾ ഈ ആദ്യം റെഡിയാക്കി വെച്ച ചിക്കൻ മസാല ഉണ്ടല്ലോ, അത് നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ ചൂടാതിലേക്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ യോജിപ്പിക്കുക. അപ്പോൾ നല്ലൊരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ വരും. ഇത് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ പിന്നെ ഈ കുക്കറിൻ്റെ മൂടിയും ലിഡൊക്കെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്, അല്ലെങ്കിൽ നമ്മൾ ചോറ് ഏകദേശം റെഡി ചെയ്യേണ്ട അതിനകത്ത് അല്പം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കട്ടി പിടിക്കുന്നതിന്. നമുക്ക് ഈ കുക്കറിൽ മൂടിയൊക്കെ ഇട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം, കരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മളെ ചോറൊക്കെ ഒരു 80% വേവായുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു ലൈം ജ്യൂസ് ഒഴിക്കുന്നുണ്ട്, കുരുവില്ലാതെ. നമ്മൾ ആ ലൈം ജ്യൂസ് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്, വെള്ളമൊക്കെ ഊറ്റി വെച്ചു, നല്ല കണ്ടീഷനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി നമുക്ക് ദമ്മിടാൻ വേണ്ടി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും പുതിനയും ഇട്ട് അതിൻ്റെ മേലെന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടുള്ള നമ്മളെ ഊറ്റി വെച്ച ചോറുണ്ടല്ലോ, ആ ചോറ് ഇതിൻ്റെ അകത്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 80% വെന്താൽ മതി. ആ ചോറ് അതിലിട്ടതിന് ശേഷം നമ്മൾ ദമ്മിട്ടാൽ നമ്മൾ ഏകദേശം നമ്മളെ പരിപാടി ഏകദേശം ആവാനായി. മുഴുവൻ ചോറ് ഇട്ടതിന് ശേഷം നമുക്കത് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അതിൻ്റെ മേലെ വേണമെങ്കിൽ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ പൊരിച്ച് വെച്ച ഉള്ളിയുടെ ബാക്കിയും കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്തതും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ ചില പേരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഹൈദരാബാദുകാരൊക്കെ എന്ന് പറഞ്ഞാൽ സാഫ്രോൺ പാലിലൊഴിച്ച് കലക്കി ഒഴിക്കും, കുങ്കുമപ്പൂ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പാലിലൊഴിച്ചിട്ട് കളറിന് വേണ്ടിയിട്ട് ഒഴിക്കാം. ഞാനിവിടെ ഒഴിച്ചില്ല, അത് നിങ്ങളെ ചോയ്സ് പോലെയാണ്. അപ്പോൾ എന്താണ് നമ്മളിനി ഇത് 1/2 മണിക്കൂർ ഒരു ലോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിം തീയിൽ സ്റ്റൗവിൽ നമ്മളത് ദമ്മിയായിട്ടെടുക്കണം.
അപ്പോൾ അധികം പേർക്കുണ്ടാകുന്ന ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകാമെന്നില്ല നമ്മളെ ഈ കുക്കറിൻ്റെ അടി. അതിന് നമുക്കൊരു ട്രിക്കുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സ്റ്റൗവിൻ്റെ അടിയിൽ കുറച്ച് ഗീ, അത് മറന്നു ഗീ ഉപയോഗിക്കണം. ഗീ കുറച്ച് കൂടുതൽ അതിനകത്ത് ആഡ് ചെയ്യണം, അപ്പോഴേ അതിൻ്റെ ഫ്ലേവർ വരിക. ഇപ്പം അതിൻ്റെ വിസിലും ലിഡൊക്കെ ഇട്ട് ആദ്യം കുക്കറിൻ്റെ മേലെ ഗ്യാസിൻ്റെ മേലെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു പഴയ ഫ്രൈ പാൻ, ഉപയോഗിക്കാത്ത ഫ്രൈ പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ കുക്കർ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒരു ലോ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉപയോഗിച്ചാൽ ഒരിക്കലും നമ്മളെ ചോറൊന്നും ഒട്ടും കരിഞ്ഞു പോകില്ല, നല്ല സൂപ്പറായിട്ട് കിട്ടും. ഞാനിപ്പോൾ അതിൻ്റെ ഒന്ന് മിക്സ് ചെയ്യാൻ കുറച്ച് പാടാം. അപ്പോൾ ഞാൻ വലിയ ചെമ്പിലേക്ക് ഈ ചോറും ഇറച്ചിയൊക്കെ ഉള്ളത് അങ്ങനെ തന്നെ മാറ്റി അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് അതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷമാണ് ചെയ്തത്. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ എല്ലാം കൂടി മിക്സ് ചെയ്യും. അത് കുറച്ചാണെങ്കിൽ അതിൻ്റെ ഒന്നും തന്നെ മിക്സ് ചെയ്യുക. ഇത് പിന്നെ കുറച്ച് കുക്കർ മുഴുവനായതുകൊണ്ട് മിക്സ് ചെയ്യാൻ പിന്നെ അരിയൊക്കെ ഒടിഞ്ഞു പോകേണ്ട ചോറൊക്കെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ. അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. ബായ്.